പുനർജന്മം? ജീവാത്മാവിനെ പരമാത്മാവിന്റെ ഭാഗമായി കാണുന്നുവെങ്കിൽ ശരീരം വിട്ട ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു. പിന്നീട് അതിന് മറ്റൊരു ജനനമില്ല. അഥവാ ഇനി മറ്റൊരു ജന്മമുണ്ടെങ്കിൽ ലോകജീവിതം മായയെന്ന് വിശ്വസിക്കുമ്പോൾ അതിൻ്റെ ഓർമ്മ അടുത്ത ജന്മത്തിലേക്ക് കടന്നുകൂടാൻ യാതൊരു സാധ്യതയുമില്ല. ഇപ്രകാരം ചിന്തിക്കുമ്പോൾ പുനർജന്മം എന്നത് അസാധ്യമായ കാര്യമാണ് എന്ന് വരുന്നു. അതിനാൽ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ജന്മങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് കലുഷിതമാകാതെ ഈ ജന്മം മനോഹരമായി ജീവിച്ചു തീർക്കുക. അർത്ഥമറിയാതെ ചൊല്ലിയാലും പ്രാർത്ഥന തന്നെയാണ്. എന്നാൽ അർത്ഥമറിഞ്ഞു ചൊല്ലുമ്പോൾ അത് കൂടുതൽ ഫലമുള്ളതായി മാറുന്നു. ഇനി നമുക്ക് സന്ധ്യാനാമം കേൾക്കാം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഹരിനാമ കീർത്തനം ഉണരും പുലരി തിരുവാക ചാർത്തു ഞാൻ ഓർത്തു പോകും. ഹരിനാമ കീർത്തനം ഉണരും പുലരി തിരുവാക ചാർത്തു ഞാൻ ഓർത്തു പോകും. ഒരു പിലിയെങ്ങാനും കാണുമ്പോൾ അവിടുത്തെ, ഒരു പിലിയെങ്ങാനും കാണുമ്പോൾ അവിടുത്തെ തിരുമുടി കൺമുന്നിൽ നിന്നിമായും. തിരുമുടി കൺമുന്നിൽ നിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ആകതാരിലാർക്കുവാൻ എത്തിടുമോർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. ആകതാരിലാർക്കുവാൻ എത്തിടുമോർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അടിയന്റെ മായാതെ, അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ അവതാര കൃഷ്ണനിൻ കള്ളനോട്ടം. അവതാര കൃഷ്ണനിൻ കള്ളനോട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും
കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം